ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പൊതിച്ചോറാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറും 2 ഉപ്പേരി, തേങ്ങാച്ചമ്മന്തി, മീൻ വറുത്തത്, മുട്ട ഓംപ്ലേറ്റ് എന്നിവയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം നമുക്ക് പൊതിച്ചോറിന് ആവശ്യമായിട്ടുള്ള ഇല മുറിച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം നമുക്ക് തുടങ്ങാം. അങ്ങനെ നമുക്ക് ആദ്യം തന്നെ ചോറ് വയ്ക്കാം. അതിനായിട്ട് ഞാൻ കുക്കറിലാണ് ഇവിടെ വെക്കാറ്. കുക്കറിൽ അരി നന്നായി കഴുകി അടുപ്പത്തേക്ക് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഓരോന്നായി ചെയ്യാം. അങ്ങനെ നമ്മൾ ഇലയൊക്കെ മുറിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് നന്നായി കഴുകി വാട്ടി വെക്കണം. നമ്മൾ സാമ്പാറിനുള്ള കഷ്ണം, ഉപ്പേരിക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പണിപ്പുരയിലേക്ക് കിടക്കാം. ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് മീൻ വറക്കാനുള്ളത് ഉപ്പും മുളകൊക്കെ തിരുമ്പി മാറ്റി വയ്ക്കാം. അങ്ങനെ ചോറിൻ്റെ വിസിൽ വന്നു കേട്ടോ. ഒറ്റ വിസിൽ മതി. ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ചോറ് റെഡിയാവും. ഇനി നമുക്ക് സാമ്പാർ വയ്ക്കാം. പരിപ്പ് നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു തക്കാളിയും സവോളയുടെ പകുതി ചേർക്കുന്നുണ്ട്. അതിലേക്ക് ചൊരക്ക ഇട്ട് കൊടുക്കുക. വേറെ കഷ്ണങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ചൊരക്ക മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഉപ്പേരിക്കുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വരുമ്പോഴേക്കും നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബീട്രൂട്ട് തോരൻ വെക്കാനായിട്ട് വരും. വെളുത്തുള്ളി ചുവന്നുള്ളി നന്നായി മൂത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മസാലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് നാളികേരം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് നന്നായി ഒന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മൂടി വെച്ച് 10 മിനിറ്റ് തുറന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ ചീരയുടെയും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ചീന്തട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കടുകും സവോളയും കൂടി നന്നായി പൊട്ടിയതിന് ശേഷം സവോള ഇട്ട് കൊടുക്കുക. നന്നായി വാട്ടി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം ചീര ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചീരപ്പേരും ബീട്രൂട്ട് തോരനും റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ബീട്രൂട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. എന്നാലാണ് വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായി വെന്ത് കിട്ടുള്ളൂ. ഇനി നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം. ബാക്കിയുള്ള തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ചുവന്നുള്ളിയും ഒരു കഷ്ണം മാങ്ങയും
മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. കുക്കറിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം നമുക്ക് സാമ്പാറിലേക്ക് പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചീര ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ബീട്രൂട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാറിൽ പുളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സാമ്പാറിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെക്കാം കുറച്ച് നേരം. അങ്ങനെ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം. അങ്ങനെ നമ്മൾ മീനും വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഓംപ്ലേറ്റ് അടിക്കാം. അങ്ങനെ പൊതിച്ചോറിൻ്റെ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പൊതിഞ്ഞെടുക്കാം. ചോറിട്ട് കൊടുക്കാം ആദ്യം. അതിനുശേഷം സാമ്പാർ ഒഴിച്ച് കൊടുക്കുക. സൈഡിലായിട്ട് 2 ഉപ്പേരികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് അച്ചാർ, ചമ്മന്തി, മുട്ട ഓംപ്ലേറ്റ് എന്നിവയും കൂടി ചേർത്തിട്ട് നന്നായി പൊതിഞ്ഞ് ഒരു മണിക്കൂറൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. തുറക്കുമ്പോൾ നല്ല സ്മെല്ലായിരുന്നു, നല്ല സ്വാദുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, ബൈ.